നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പഴയ നിയമത്തിലെ ചില ആളുകളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോസഫ് ദ ഡ്രീമർ, സ്വപ്നക്കാരനായ യോസഫ്, അതേസമയം ഇസ്രായേലിനെ മുഴുവൻ നയിക്കുവാൻ കർത്താവ് കരങ്ങളിലെടുത്ത മോശെ, കൊത്തുപണികൾ ചെയ്യാൻ കർത്താവ് പ്രത്യേക ആത്മാവിനെ കൊടുക്കുന്ന ബസലേൽ. എന്നാൽ ഒടുവിൽ നമ്മൾ കണ്ടത് ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് വിധേയത്വം പുലർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഇടയ്ക്കൊരു കാര്യം എന്നുള്ളതല്ല, ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായി മുന്നോട്ട് പോയ യോശുവ. യോശുവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ള പുരുഷനായ മോശ എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതേസമയം അവനെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നത്, അവൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ പിൻപറ്റി എന്നുള്ളതാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ പിൻപറ്റി. അവൻ ഒരിക്കലും മറ്റൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. കർത്താവ് തന്നെ അവനെക്കുറിച്ച് പറയുകയാണ്, അവൻ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ പിൻപറ്റി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൽപ്പനയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കൽപ്പന സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും. ദൈവത്തിൽ വരുമ്പോഴത്തേക്ക് 4 കാര്യങ്ങൾ കർത്താവ് തീരുമാനമാണ്. ആവർത്തന പുസ്തകം നമ്മൾ 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നതിനേക്കാൾ കുറെ കൂടെ ആഴത്തിൽ കർത്താവ് പറയാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ സേവിക്കണം. എന്താണ് പൂർണ്ണമായ അല്ലെങ്കിൽ ഹോൾസം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചത്. ഹോൾസം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാത്ത സ്റ്റേജാണ്. നമുക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൂർണ്ണതയില്ല. അപ്പോൾ പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണമായും നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിച്ച് പൂർണ്ണമായിട്ടുള്ള സേവനമാണ്, പൂർണ്ണമായ സ്നേഹം. പൂർണ്ണ ശക്തി, ഞാൻ ഒരിക്കലും എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് എന്നെ ഒരാൾക്ക് എടുക്കാൻ കഴിയുന്നത്. ഞാൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. കാര്യം മരിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ശക്തി ഒന്നും റിസർവ് ചെയ്യുന്നില്ല. അല്ലാത്തപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എനിക്ക് വേണ്ടി ശക്തി റിസർവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പൂർണ്ണമായും ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ഒന്നും ബാക്കി വയ്ക്കാത്ത നിലയിലുള്ള ഒരു സേവനമാണ് കർത്താവ് നമ്മിൽ നിന്ന്, അല്ലെങ്കിൽ സ്നേഹമാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് കയ്യുടെ ബലം മാത്രമൊന്നുമല്ല. ശക്തി എന്ന് പറയുമ്പോൾ അത് നമുക്കുള്ളതെല്ലാം, വാട്ട് ഓൾ തിങ്സ് വി പൊസസ്, ഇറ്റ് ഓൾ കംസ് അണ്ടർ അവർ സ്ട്രെങ്ത്, എവ്രിതിങ്. ദ മണി പവർ, ദി വെൽത്ത്, ദ ഹെൽത്ത്, നമ്മളുടെ ആരോഗ്യം, അത് നമ്മുടെ ശക്തിയാണ്. നമ്മുടെ ഇൻഫ്ലുവൻസസ്, മറ്റുള്ളവരുടെ മേൽ നമുക്കുള്ള സ്വാധീനം, അത് നമുക്ക് ശക്തിയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ടാലൻസ്, നാച്ചുറലി നമുക്ക് ഒത്തിരി ടാലന്റുകളുണ്ട്, അത് നമ്മളുടെ ശക്തിയാണ്. ഇതിനകത്ത് ഒന്നുപോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടി റിസർവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലെല്ലാം വലുതാണ് എൻ്റെ ടൈം. സമയമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. കാര്യം ലോകത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഒറ്റ കാര്യമുള്ളൂ, സമയം. ബാക്കി പണം എല്ലാവർക്കും ഒരുപോലല്ല, ആരോഗ്യം എല്ലാവർക്കും ഒരുപോലല്ല, ഇൻഫ്ലുവൻസ് എല്ലാവർക്കും ഒരുപോലല്ല. പക്ഷേ എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു കാര്യമാണ് ടൈം. ടൈം ഈസ് പവർ. എന്നാൽ ആ ശക്തി, എൻ്റെ സമയത്തിൻ്റെ ശക്തി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടി റിസർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവനെ പൂർണ്ണ ശക്തിയോടെ ആശ്രയിക്കുക, അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയോടെ അവനെ പിൻപറ്റുക, പൂർണ്ണ ശക്തിയോടെ അവനെ സേവിക്കുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അറിയുന്നത്? എനിക്ക് എൻ്റെ ടൈം ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നാണ്. എനിക്ക് വേണ്ടി എനിക്ക് റിസർവ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ പണം ഉപയോഗിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്ന് തന്നെ, എനിക്ക് എൻ്റെ എന്ന് പറയാൻ തന്നെ അവസരത്തിൽ പറ്റത്തില്ല. ബിക്കോസ് വി കോൾ അവർ സെൽഫ് സ്ലേവ്സ്. നമ്മളെ തന്നെ വിളിക്കുന്നത് അടിമ എന്നാണ്. അടിമയ്ക്ക് അവകാശങ്ങളില്ല, അടിമയ്ക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനും എനിക്കുള്ളതും കർത്താവിനെന്ന് പറയാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഞാൻ കർത്താവിനുള്ളത്, എനിക്കുള്ളതൊന്നുമില്ല എന്നേ പറയാൻ പറ്റൂ. ഇഫ് ഐ എം എ സ്ലേവ്, ഐ കനോട്ട് സേ ഐ ഗിവ് ഓൾ ദാറ്റ് ഐ ഹാവ് എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ ഡു നോട്ട് ഹാവ് എനിത്തിങ് ആൻഡ് ഐ കനോട്ട് ഹാവ്. ഇഫ് ഐ ഹാവ് സംതിങ്, ഐ എം നോട്ട് എ സ്ലേവ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റേത് എന്ന് പറയാനുണ്ടെങ്കിൽ ഞാൻ ഉടമയാണ്, അടിമയാണ്. എൻ്റേതെന്ന് പറയാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാച്ചുറലി എന്തായിത്തീരും? ഉടമയായിത്തീരും, അല്ലേ? അപ്പോൾ ഞാൻ സ്ലേവ് ആണെങ്കിൽ എനിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൂർണ്ണ ശക്തി ഞാൻ ആർക്ക് കൊടുത്താലേ പറ്റുള്ളൂ? കർത്താവിന് കൊടുത്താലേ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ടൈം വേറെ ഒന്നിനും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്. പിശാചിന് കൊടുക്കാൻ കഴിയത്തില്ല. എൻ്റെ സമയം മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയത്തില്ല. എൻ്റെ പണം എനിക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഐ കനോട്ട് സേ ദാറ്റ് ദിസ് ഇസ് മൈ മണി and I will do it as I like. I cannot say that because it is not my money. My money, my wealth, my health, everything belongs to Jesus. എല്ലാം കർത്താവിന് ചേരുന്നതാണ്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടിയുള്ളതാണ്. പൂർണ്ണമായി അവനെ പിൻപറ്റുമ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല? ഒന്നും റിസർവ് ചെയ്യത്തില്ല. അതിനകത്ത് നമുക്കൊരു വേദനയും ഉണ്ടാകത്തില്ല. പലപ്പോഴും അതാ ഏറ്റവും വലിയ പ്രശ്നം.
പലപ്പോഴും നമുക്കുള്ള പ്രോബ്ലം എന്നറിയാമോ? മെനി ടൈംസ് വി serve God, but at the same time, we are distressed and we think we are making a big sacrifice and we think we are losing a lot of things. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ നഷ്ടമാകുന്നു എന്നാണ് നാച്ചുറലി നമ്മുടെ ചിന്ത, ഇല്ലേ? അപ്പോൾ അതെന്താണെന്നറിയാം, അതുകൊണ്ട് കർത്താവിനെ സേവിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടാകുന്നില്ല? ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. എനിക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല. ആവർത്തന പുസ്തകം 27 അധ്യായം അതിൻ്റെ 48 വാക്യത്തിൽ അവിടെ പറയുന്ന ആ കാര്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം. എന്താണ്? നീ എന്ത് ചെയ്യുന്നില്ല? സേവനത്തിന്റെ പ്രശ്നം എന്താണ്? സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയത്തോടും സേവിക്കാത്തോ. അപ്പോൾ എന്താണ്? ഹി ഈസ് നോട്ട് സെർവിങ് ജോയ്ഫുള്ളി. ജോയ്ഫുൾ സെർവിങ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ഉള്ള പ്രശ്നം എന്നറിയാമോ? വി ആർ ജോയ്ഫുൾ. നമുക്ക് സേവിക്കുന്നതിന് എന്തില്ല? സന്തോഷമില്ല. ആവർത്തന പുസ്തകം 28 അധ്യായം 47 വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ സന്തോഷത്തോടും നല്ല ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും. നോക്ക് എത്ര ക്ലിയർ ആണെന്ന് നോക്കുക. നമ്മളൊക്കെ സേവിക്കുമ്പോൾ ഉണ്ടല്ലോ, മെനി ടൈംസ് ഈ ആളുകൾ കർത്താവിനെ സേവിക്കുന്നത് പലപ്പോഴും ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് വേറെ എന്തോ മാർഗം, നമുക്ക് കർത്താവിനെ സേവിക്കല്ലാതെ വേറെ മാർഗം ഇല്ലല്ലോ. പക്ഷെ അതൊരു ശരിയായ ഒരു കാര്യമല്ല. ശരിയായ കാര്യമല്ലെന്നുള്ളതല്ല, അങ്ങനെ സേവിക്കാതിരിക്കുകയാണല്ലോ. ഇതിനൊരു കാരണമായിട്ടൂടെ പറയുന്നത് അതിനേക്കാളും വലിയ തമാശയാണ്. എന്താണെന്നറിയാമോ? ഈ അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിയാൽ ആദ്യം നിങ്ങൾ അതിൻ്റെ മലയാളം ബൈബിൾ ഉപയോഗിക്കുന്നവർ അതിൻ്റെ 204 പേജ് 204 വായിച്ചാൽ അതിൻ്റെ മുകളിൽ തുടങ്ങുന്നത്, നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിനക്ക് തരുമെന്നാണ്. ഇതിനെക്കുറിച്ച് പാട്ട് എഴുതാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിൻ്റെ നേരെ അപ്പുറത്തെ ലൈൻ എന്താണ്? ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ. ഇത് ഒരു സിംഗിൾ കോളമേ ഉള്ളൂ അനുഗ്രഹങ്ങൾ പറയുന്നത്. പക്ഷെ നടക്കാഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് 2 കോളം എഴുതുന്നു. ശ്രദ്ധിച്ച ബൈബിൾ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇസ് ഇറ്റ് 204 റൈറ്റ് അല്ലേ? നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അനുസരിച്ച് നടന്നാൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് ഒരു സിംഗിൾ കോളത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അനുസരിച്ച് നടക്കാഞ്ഞാൽ, അത് 2 മോളിൽ നിന്ന് 2ാമത്തെ ലൈനിൽ തുടങ്ങുകയാണ്. പ്രമാണിച്ച് നടന്നാൽ, പ്രമാണിച്ച് നടക്കാഞ്ഞാൽ. അത് പിന്നെ അങ്ങോട്ട് പറയുന്നത് മുഴുവൻ എന്താണ്? നാം അനുസരിച്ച് പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഉണ്ടാകുന്ന ശാപങ്ങളെക്കുറിച്ച്. അപ്പൊ ഇത് മാത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ പ്രമാണിച്ച് നടന്നാൽ എന്ന കാര്യത്തെക്കുറിച്ചുള്ള നമ്മൾ ആ ക്ലോസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രമാണിച്ച് നടക്കാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന്റെ 3ാമത്തെ കോളം വരും, അല്ലെങ്കിൽ ലാസ്റ്റ് കോളം വരുമ്പോഴത്തേക്ക് എന്താ കാണുന്നത്? സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും സേവിക്കായോ. എന്തുകൊണ്ട് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ഒരു ജോയ്ഫുൾ സെർവിങ് പറ്റുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കുന്നതിലുള്ള സന്തോഷം നഷ്ടപ്പെടുന്നു? ഇയേഴ്സ് ബാക്ക് ഞങ്ങൾ എസക്കിയ ഫ്രാൻസിസിനെ ICPMന്റെ ക്യാമ്പിന് വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഐ തിങ്ക് ഇറ്റ് ഈസ് മോർ ദാൻ 24 years ബാക്ക്. ഈ കോൾഡ് എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. വിശുദ്ധ ജീവിതം ഒരു സന്തോഷമുള്ള ജീവിതമാണ്. അന്ന് അത് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു ഇൻഫാക്ട് I really wanted to be joyful in the presence of the Lord. In fact, that is what the Bible asks you, nothing else. If you are sad, if you are always crying, നമ്മൾ ഈ സഭായോഗത്തിനൊക്കെ വന്നിരുന്നാൽ തന്നെ ഉണ്ടല്ലോ, ആളുകളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ പറയുന്നതല്ല അവൻ്റെ സന്നിധിയിൽ എന്നും പ്രമോദവും, അവൻ്റെ സന്നിധിയിൽ എന്നും സന്തോഷം, അവൻ്റെ വലതുഭാഗത്ത് പ്രമോദം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മുഖത്ത് നോക്കിയാൽ ഇത് തോന്നത്തില്ല. ഞാനിത് തമാശയായിട്ട് പറയുന്നതല്ല. ഇറ്റ് ഇസ് എ ഫാക്ട്. Because we do not rejoice in the Lord. പാട്ട് പാടുന്ന തന്നെ കരഞ്ഞോണ്ട് റീജോയ്സ് എന്ന് പാട്ട് പാടാൻ നമുക്ക് പ്രയാസമില്ല. ആ ഓരോ റീജോയ്സ് പറയുമ്പോഴും തലതാണ് പോകും, ഇല്ലേ? God wants you to be a person who rejoice in him. Rejoice. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭാര്യ ഭർത്താവിൽ സന്തോഷിക്കണമെന്നാണ്. ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഭർത്താവ് അവളിൽ സന്തോഷിക്കണം. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവനിൽ സന്തോഷിക്കണമെന്നാണ്. നമുക്ക് എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ കഴിയാതെന്നറിയാമോ? ബിക്കോസ് വി ഹാവ് മെനി അതർ ജോയ്, നത്തിങ് എൽസ്. വേറെ പല സന്തോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ട് ദുഃഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് കർത്താവിൽ സന്തോഷിക്കുന്ന കാര്യം എന്താണ്? ബിക്കോസ് വി ആർ ലൂസിങ് മെനി ഓഫ് അവർ അതർ ജോയ്. When you are in trouble, you try to rejoice in the Lord because you don't have anything else to be joyful.
ആൻഡ് ദെൻ സഡൻലി യു ആർ റിജോയ്സിങ് ഇൻ ദ ലോർഡ്. വേറെ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വി സ്റ്റാർട്ട്. പക്ഷേ വാസ്തവത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. ആത്മകരമുള്ളവൻ എപ്പോഴും എന്ത് ചെയ്യും? കർത്താവിൽ സന്തോഷിക്കും. എപ്പോഴും. അവന് സമയഭേദമൊന്നുമില്ല, നേരഭേദമില്ല. പലപ്പോഴും നമ്മളെ അലട്ടുന്ന പ്രശ്നം, നമ്മളെ നശിപ്പിച്ചതായ കാര്യങ്ങൾ ഈ പ്രോസ്പെരിറ്റി. ഇവിടെ കർത്താവ് ഞാൻ പറഞ്ഞതല്ല. എന്നോട് ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രോസ്പെരിറ്റിയുടെ പ്രവാചകന്മാരും നിങ്ങളൊക്കെ പോവർട്ടിയുടെ പ്രവാചകന്മാർ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ല. എനിക്ക് ഈ പോവർട്ടി ഒന്നും ഇഷ്ടമല്ല. എനിക്ക് പട്ടിണി കിടക്കുന്നതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് അങ്ങനെ വലിയ പോവർട്ടി ഒന്നും വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പിന്നെ പോവർട്ടി ആണെങ്കിലും എങ്ങനെങ്കിലും കർത്താവിനെ സേവിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കതത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ ദൈവരാജ്യത്തിൻ്റെ പ്രചാരകനാണ്. അല്ലാതെ ഞാൻ പ്രോസ്പെരിറ്റിയുടെയും പ്രവാചകനല്ല, പോവർട്ടിയുടെയും പ്രവാചകനല്ല. ഞാൻ വടക്കേ ഇന്ത്യയില. എൻ്റെ പ്രവർത്തനം, എൻ്റെ പ്രസംഗമല്ല അവിടെ. ഞാൻ അവിടെ പോയി പിന്നെ അവരോട് ഇനി എന്നാ പോവർട്ടി പറയാനാ? തിന്നാനും കുടിക്കാനും ഇല്ലാത്തവൻ്റെ അടുത്ത് ഞാൻ പോയി എന്നാ പോവർട്ടി പറയാനാ? അവിടെ പോയാൽ ഞാൻ പറയുന്ന മോനെ നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. അല്ല ഞാൻ എന്താ പറയുന്നത്? അവനെ കണ്ടിട്ട് പിന്നെ എന്തോ നിന്നെ ഇനിയും ഇതിനെ അപ്പുറത്തോട്ട് തള്ളിയിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷിയുണ്ടോ അത് പറയാനായിട്ട്?